അയ്യപ്പ സംഗമം വീണ്ടും വിവാദം. ഇപ്പോൾ ഏറ്റവും അവസാനമായി 2 കാര്യങ്ങളാണ് അതിനകത്ത് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സംഭാവന നൽകുക, പരസ്യങ്ങൾ നൽകുക. 2 കാര്യങ്ങൾ. ഒന്ന്, അയ്യപ്പ സംഗമത്തിൽ പന്തളം കൊട്ടാരം പങ്കെടുക്കുന്നില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാര്യം പന്തളം കൊട്ടാരമാണ് അയ്യപ്പൻ്റെ കുടുംബവുമായി അയ്യപ്പനുമായി ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ പന്തളം കൊട്ടാരം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്, അല്ലെങ്കിൽ സ്ഥലമാണ്. പമ്പയിൽ 20-ന് നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ പന്തളം കൊട്ടാരം പങ്കെടുക്കുന്നില്ലെന്ന് നിർവാഹക സമിതി അംഗം MR സുരേഷ് വർമ്മ അറിയിച്ചു. യുവതീ പ്രവേശന വിധിയെ തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങളിലെ കേസുകൾ പിൻവലിക്കില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കേസുകൾ പിൻവലിക്കണമെന്നാണ് പന്തളം കൊട്ടാരം പ്രധാനമായും ആവശ്യപ്പെടുന്നത്. പമ്പയിലെ അയ്യപ്പ സംഗമത്തെക്കുറിച്ചും പന്തളത്തെ ശബരിമല സംരക്ഷണ സംഗമത്തെക്കുറിച്ചും പന്തളം കൊട്ടാരത്തിലെ വലിയ തമ്പുരാൻ തിരുവോണനാൾ രാമവർമ്മ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് 2 സംഗമത്തിലും. അതനുസരിച്ചാണ് നിർവാഹക സംഘത്തിൻ്റെ പ്രതികരണം. സുപ്രീം കോടതിയിലുള്ള കേസുകളിലും മുമ്പുള്ളായിരുന്ന നിലപാട് തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടുള്ള സർക്കാരിൻ്റെ തീരുമാനം പ്രതിഷേധാർഹവും ഭക്തർക്ക് വേദനാജനകവുമാണ്. ശബരിമലയിൽ ഭക്തജനങ്ങൾക്ക് ഉപകാരപ്രദമായ വികസന പ്രവർത്തനങ്ങൾ വരുന്നതിന് കൊട്ടാരത്തിന് അഭിപ്രായ വ്യത്യാസങ്ങളില്ലെന്ന് വലിയ തമ്പുരാൻ അറിയിച്ചിരുന്നു. എന്തായാലും പന്തളം കൊട്ടാരത്തിൻ്റെ വലിയ തമ്പുരാൻ്റെ തീരുമാനം വരാൻ നിന്നു. പന്തളം കൊട്ടാരം സംഗമത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ്. സർക്കാരും ദേവസ്വം ബോർഡും ക്ഷേത്രാചാരങ്ങളിൽ മാറ്റം വരുത്താതെ വിശ്വാസം സംരക്ഷിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. മറിച്ചുള്ള തീരുമാനങ്ങളോട് യോജിക്കാൻ സാധിക്കില്ല. കൊട്ടാരത്തിലെ അംഗങ്ങളുടെ നിര്യാണം മൂലം ഉണ്ടായ അശുദ്ധി 27-ന് മാത്രമേ കഴിയൂ എന്നാണ് സുരേഷ് വർമ്മ പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് ആ ഒരു സാങ്കേതികത്വം കൂടെ ഉണ്ട്. കൊട്ടാരത്തിലെ പ്രധാനപ്പെട്ട ഒരാളുടെ മരണം വന്നാൽ പിന്നെ അത് ഈ പുല അടിയന്തരം കഴിയുന്നത് വരെ അത് പോകാനും കഴിയില്ല ഒരിടത്തേക്ക്. അങ്ങനെയുള്ള സാങ്കേതിക പ്രശ്നം കൂടെ ഉള്ളത് കൊണ്ടായിരിക്കാം എന്തായാലും അയ്യപ്പ സംഗമത്തിൽ അവർ പങ്കെടുക്കുന്നില്ല. ഇനി മറ്റൊരു പ്രധാന വാർത്ത, അയ്യപ്പ സംഗമത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം മാറരുത്. അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് എന്തിനാണോ നിങ്ങൾ പറയുന്നത് അതേ നടത്താവൂ എന്ന് സുപ്രീം കോടതി വളരെ വ്യക്തമായി പറയുന്നു. അത് നടത്തിക്കോളാം, പക്ഷേ നടത്തുമ്പോൾ അതിൻ്റെ ഉദ്ദേശശുദ്ധി മാറരുത്. പരിപാടി തടയണമെന്ന് പൊതുപ്രവർത്തകനായ ഡോക്ടർ PS മഹേന്ദ്രകുമാർ, അജിത് കളത്തിൽ ഗോപി, VS അജിത് കുമാർ എന്നിവരുടെ ആവശ്യം തള്ളിക്കളഞ്ഞിരിക്കുകയാണ് കോടതി. പരിസ്ഥിതി ലോല പ്രദേശത്ത് പെരിയാർ റിസർവ് മേഖലയിൽ പരിപാടി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചു. പരിസ്ഥിതി പ്രശ്നമൊക്കെ ചൂണ്ടിക്കാണിച്ചെങ്കിലും അതെല്ലാം പരിഗണിച്ചുകൊണ്ട് പരിസ്ഥിതിക്ക് അനുയോജ്യമായൊരു സമ്മേളനമാണെന്ന് ഗവൺമെൻറ് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്യാം എന്ന് സുപ്രീം കോടതി അനുവദിച്ചിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സംഗമം നടക്കാൻ സാധ്യതയുണ്ട്, നടക്കും. 22-ാം തീയതി വിശ്വാസി സംഗമം നടക്കുന്നുണ്ട്. പന്തളം കൊട്ടാരം ഇതിൽ 2-ലും പങ്കെടുക്കുന്നില്ല. അവർക്ക് ഈ പുല അടിയന്തരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ടും പിന്നെ കേസിൻ്റെ പ്രശ്നങ്ങളൊക്കെ കിടക്കുന്നത് കൊണ്ടും തീർച്ചയായിട്ടും അത് മാറാത്തത് കൊണ്ടും പന്തളം കൊട്ടാരം ഇതിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നമ്മൾ അറിയേണ്ടതുണ്ട്.